ഇടുക്കി ജോസ് പി കട്ടപ്പന ആ രണ്ട് ചോദ്യത്തിന് ഉത്തരവായി. അങ്ങ് കട്ടപ്പനയിൽ നിന്നുള്ള ആളാണ്. അങ്ങയുടെ പേര് ജോസാണ്. അതെ, ഞാൻ 2006 അശാന്തിയിൽ താഴെ എന്നൊരു നോവൽ എഴുതിയിരുന്നു മുല്ലപ്പെരിയാറിനെ കുറിച്ച്. അത് ഭയങ്കര വിവാദമായിരുന്നു. അതോടുകൂടിയാണ് PSR ഉൾപ്പെടെ അവർക്കായിരുന്നു തുടങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞോളൂ. ഒരു നിമിഷം ഞങ്ങള് ജയകൃഷ എന്ന് പറയുന്ന ബസ്സിനെ കാത്തിരിക്കുകയായിരുന്നു. ആ ബസ്സിലോട്ട് ഞങ്ങൾ കയറാൻ പോവാണ്. ചിലപ്പം ആ ബസ്സിൽ നല്ല തിരക്കായിരിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? ആ ബസ്സിൽ കയറല് ബുദ്ധിമുട്ടാണ്. ആ ബസ്സിന്റെ വഴിക്ക് പോയി. ഇല്ല, അവിടെ നിർത്തി. ഒരു നിമിഷം നമുക്കല്ല, ആ ബസ്സിന് പിന്നാലെ ആ ബസ്സിൽ നല്ല തിരക്കാ. ആ ബസ്സിൽ കയറാൻ കഴിയില്ല അല്ലേ? നമുക്ക് അടുത്ത വണ്ടിയിൽ പോവാം. ഓക്കെ. അപ്പോൾ ഇവർ പോട്ടെ. അപ്പോൾ പറഞ്ഞോളൂ, താങ്കളൊരു നോവൽ എഴുതിയിരുന്നു. ആ നോവലിൽ എന്താ പറ്റിയത്? ആ നോവലിനകത്ത് ഞാനിവിടെ ജനങ്ങളിൽ ഇതുള്ള എൻ്റെ ഒരു കേസൊക്കെ വന്നിരുന്നു. അത് അന്നങ്ങനെ സംഭവിക്കാന്നും പറഞ്ഞിട്ട് എന്തായാലും പത്രം നിന്നുപോയി. പത്രം പ്രസിദ്ധീകരിക്കാൻ പറ്റിയ 5 പേരൊക്കെ പ്രസിദ്ധീകരിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും റസൽ ജോയി, ബെന്നി ജോസഫ് കൂടെ ഞങ്ങൾ വീണ്ടും സമരമായിട്ട് മുന്നോട്ട് പോയായിരുന്നു. അന്വേഷി ഉൾപ്പെടെ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം മുല്ലപ്പെരിയാർ സത്യാഗ്രഹം ഉണ്ടായിരുന്നു, കട്ടപ്പന ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒന്നേ ഉള്ളൂ. കാരണം മുല്ലപ്പെരിയാർ ഡാമിന് അകത്ത് ഗ്യാലറി ഇല്ല. മുല്ലപ്പെരിയാർ ഡാമിനകത്ത് ഗ്യാലറി ഇല്ല. അതിനകത്ത് വെള്ളം ഒഴിപ്പോയ ഹോളുകൾ മാത്രമേ ഉള്ളൂ. അതിന് പുറത്ത് കൊടുത്ത സപ്പോർട്ട് ഡാമാണ്. അതിന് പകുതി കൊടുക്കുന്നത് അതേ മാത്രമേ ഗ്യാലറി ഉള്ളൂ. അപ്പോഴും ഈ ഡാമും സപ്പോർട്ട് ഡാമും തമ്മിൽ ഒരടിയോളം അകലമുണ്ട്. ഈ വെള്ളം ഒഴുകിയിട്ട് അതിനകത്ത് പുറത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവർ എന്താണ് ഇതിനകത്ത് പറയുന്നത് മനസ്സിലാവുന്നത്? വന്ന ഓരോരുത്തരും പറഞ്ഞു സുരക്ഷിതമാണെന്ന്. ജനങ്ങളെ ഭയപ്പെട്ടാൽ സത്യാവസ്ഥ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുപോലെ തമിഴ്നാട്ടിലെ ബോർഡറിൽ ഒരു വെള്ളം കൊടുക്കാത്തതിനെക്കുറിച്ച് അവർ പുതിയ ഡാം പണിയാത്തതിന്റെ കാരണത്തെക്കുറിച്ച് 136 അടിക്ക് മുകളിലേക്ക് വെള്ളം ഉയർന്നു അനധികൃതമായ ചെറിയ അരികൾ ധാരാളം തമിഴ്നാട്ടിലേക്ക് ഉണ്ടാകുന്നു. കണക്കിലാണ് വെള്ളം അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അതിനൊരിക്കലും കൗണ്ടിങ് ഇല്ല. സ്പിൽവേയിൽ കൂടി പോകുന്നതിന് മാത്രമേ കൗണ്ടിങ് ഉള്ളൂ. അപ്പം ഈ സ്പിൽവേയിൽ കൂടി പോകുന്നതിന്റെ 100 ഇരട്ടി വെള്ളം അപ്പുറത്തെ ദിവസം ഉൾപ്പെടെയുള്ള പല അരുവിൽ കൂടി അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ തമിഴ്നാടിന്റെ വലിയൊരു സമ്പാദ്യമാണത്. നമ്മളതിനെ എതിർക്കുന്നില്ല. പക്ഷെ നമ്മുടെ സുരക്ഷിതത്വം ജീവൻ, ഈ ജനങ്ങൾക്ക് ജീവൻ കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ ഈ നിയമ സംവിധാനത്തെ എതിർക്കും. ഞങ്ങള് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജോസഫ്. തമിഴ്നാടിന് ജലം, നമുക്ക് ജീവൻ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.